കരൂർ ദുരന്തത്തിൽ വിജയിക്കും സർക്കാരിനും ഇന്ന് നിർണായകം. ടിവികെയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് തമിഴക വെട്രി കഴകം. യുഎസിലെ മിഷിഗണിൽ വെടിവെപ്പ്, 4 പേർ കൊല്ലപ്പെട്ടു. മരണസംഖ്യ ഉയരാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. സുരക്ഷാ ജീവനക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ അക്രമി കൊല്ലപ്പെട്ടു. ന്യൂസ് 18 ചർച്ചയിലെ പ്രിന്റു മഹാദേവന്റെ വിവാദ പരാമർശം രാജ്യവ്യാപക ചർച്ചയാക്കി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമെന്ന പരാമർശത്തിനെതിരെ അമിത്ഷായ്ക്ക് കത്ത്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. ഇന്ന് ലോക ഹൃദയ ദിനം. ഒരു ഹൃദയമിടിപ്പും നഷ്ടമാക്കരുത് എന്ന ഹൃദയദിന പ്രമേയം. ഹൃദയാരോഗ്യം തുടർച്ചയായി നിരീക്ഷിച്ച് ജാഗ്രത പാലിക്കണമെന്ന സന്ദേശം. നമുക്ക് രാവിലെയിൽ വിശദമായി കടക്കാം. ഓരോ വാർത്തകളും പരിശോധിക്കാം. നമുക്കറിയാം, തമിഴ് ജനതയുടെ തീരാ നോവായി മാറിയ കരൂർ ദുരന്തം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്രി കഴകം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ടിവികെയുടെ അഭിഭാഷകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അംഗം മുൻ ഹൈക്കോടതി ജഡ്ജി അരുണ ജഗദീശൻ കരൂർ സന്ദർശിച്ചു. അതേസമയം സംഭവം നടന്ന് 2 ദിവസമായിട്ടും ടിവികെ അധ്യക്ഷൻ വിജയ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സാമൂഹിക മാധ്യമം വഴി ദുരന്ത ബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച താരം ചെന്നൈയിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. അജയ് സുധ ബിജു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സ്വതന്ത്ര അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് തമിഴക വെട്രി കഴകം മുന്നോട്ട് വെച്ചിട്ടുള്ളത് കോടതിയിൽ. കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും, എങ്ങനെ നിരീക്ഷണം നടത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കോടതിയുടെ നിരീക്ഷണത്തിന്മേൽ ഇനി സംസ്ഥാന സർക്കാർ വിജയ്ക്കെതിരെ, ടിവികെക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നതും ആകാംക്ഷ നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും ആര്യ. ഈ കരൂർ ദുരന്തം ഒരു തമിഴ്നാട്ടിലെ വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഔട്ട്കം അത് നമുക്ക് ഇന്ന് തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തീർച്ചയായിട്ടും ടിവികെക്കും അതുപോലെ തന്നെ DMK സർക്കാരിനും നിർണായകം തന്നെയാണ്. എല്ലാവരുടെയും കണ്ണ് തീർച്ചയായിട്ടും മദ്രാസ് ഹൈക്കോടതിയുടെ ഈ മധുര ബെഞ്ചിലേക്കാണ്. അപ്പോൾ ഈ മധുര ബെഞ്ചിൽ ടിവികെ കഴിഞ്ഞ ദിവസം ഒരു ഹർജി നൽകിയിരുന്നു. ഞായറാഴ്ച ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഇത്തരം ഒരു ഹർജി നൽകാൻ തീരുമാനിച്ചത്. ഇതിൽ ഈ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അവരുടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് പ്രയോഗിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തകർക്ക് നേരെ കല്ലേറുണ്ടായതായിട്ടും ടിവികെ ആരോപിക്കുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായതിൽ സ്വതന്ത്രമായിട്ടൊരു അന്വേഷണം വേണം. ഒന്നുകിൽ ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര SIT അന്വേഷണം നടത്തണം എന്നാണ് ടിവികെ ആവശ്യം ഉന്നയിക്കുന്നത്. മാത്രമല്ല, സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള CCTV ദൃശ്യങ്ങളെല്ലാം സംരക്ഷിക്കണമെന്നും ടിവികെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അത് ഇന്നാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിധി അനുസരിച്ചിരിക്കും ടിവികെയുടെ ഒരു രാഷ്ട്രീയ ഭാവി, അതുപോലെ തന്നെ വിജയ് എന്ന് പറയുന്ന നേതാവിൻ്റെയും ഭാവി ഇതനുസരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും DMK സർക്കാരും ഈ ഒരു കോടതി നിരീക്ഷണത്തെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ഈ ടിവികെയുടെ 2 സംസ്ഥാനതല നേതാക്കൾക്കെതിരെയും അതുപോലെ തന്നെ കരൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ആളുകളെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗുരുതര വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വിജയ്ക്കെതിരെ നിലവിൽ സർക്കാർ ഒരു നീക്കം നടത്തിയിട്ടില്ല. വിജയ്ക്കെതിരെ കേസ് എടുക്കണ്ട എന്നാണ് തീരുമാനം. വിജയ്ക്കെതിരെ അഥവാ കേസെടുത്താൽ ഒരു ഇരപരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് വിജയ് മുന്നോട്ട് വരാനും ഇത് ആളുകൾക്ക് ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുമോ എന്നെല്ലാം സർക്കാർ ഭയപ്പെടുന്നുണ്ട്. ഇത് കാരണമാണ് നിലവിൽ വിജയ്ക്കെതിരെ കേസ് എടുക്കണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. എന്നാൽ DMK നേതാക്കളെല്ലാം തന്നെ വിജയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സംഭവസ്ഥലം സന്ദർശിച്ച എല്ലാ DMK നേതാക്കളും അതുപോലെ തന്നെ മറ്റ് തമിഴ്നാട്ടിലുള്ള മറ്റ് പ്രമുഖരാണെങ്കിലും എല്ലാവരും വിജയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വിജയ് ഈ സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ
മീഡിയ വഴിയുള്ള പ്രതികരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം. അജയ്, ഒരു കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ, ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ്സ് കരൂരിൽ നിന്ന് വരുന്നുണ്ട്. മരണസംഖ്യ 41 ഉയർന്നിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 40 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ 41 പേരുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ഈ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്തെങ്കിലും ലഭ്യമാണോ അജയ്? ആര്യ, മൊത്തം 110 പേരാണ് ഈ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരിൽ പലരുടെയും നില വഷളാകാനുള്ള സാഹചര്യം തന്നെയുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെവിൻ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ച സാഹചര്യമുണ്ടായി. ഇങ്ങനെയാണ് മരണസംഖ്യ 40ലേക്ക് എത്തിയത്. ഇയാൾ മരിച്ചത് ഇയാൾ ആദ്യം ഈ സംഭവം നടന്നയുടൻ ഇയാൾക്ക് ശരീരത്തിലുണ്ടായ പരിക്കുകൾ ഇതെല്ലാം കാണിക്കാനായി ആശുപത്രിയിൽ എത്തിയിരുന്നു. ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് ഇയാളെ ആശുപത്രി വിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇയാൾക്ക് നെഞ്ചുവേദന ഉൾപ്പെടെ അനുഭവപ്പെടുകയും പിന്നീട് മരിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ഈ സംഭവത്തിലൂടെ ഈ ചികിത്സയിൽ ഇരിക്കുന്നവരും അതുപോലെ തന്നെ ആശുപത്രി വിട്ടവരും എല്ലാവരും നിലവിൽ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇവരുടെ എല്ലാവരുടെയും ആരോഗ്യനില തുടർച്ചയായിട്ടുള്ള ഒരു എക്സാമിനേഷൻ നടത്തേണ്ടതുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഒരു ഉദാഹരണമായിട്ടുള്ള സംഭവം തന്നെയാണ്. മരണസംഖ്യ 41ലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനു മുൻപേ തമിഴ്നാട്ടിലുള്ള ഒരു സ്റ്റാമ്പേഡ് ദുരന്തം നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ ഈ ജയലളിതയുടെ ഒരു ദുരിതാശ്വാസ ഫണ്ട് അത് കൈപ്പറ്റാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുകയും ഇത് കാരണം 42ഓളം പേർ കൊല്ലപ്പെടുകയും ഉണ്ടായ ഒരു ദുരന്തമാണ് ഇതിനു മുൻപ് ഒരു ആൾക്കൂട്ട ദുരന്തമുണ്ടായത്. ഇപ്പോൾ നിലവിൽ മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ ഇതിനേക്കാൾ മുകളിലേക്ക് മരണസംഖ്യ എത്തുമോ എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട്. വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അജയ് നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി വരാം. അതായത് വിജയ് ഈ വിഷയങ്ങളിലൊന്നും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ പരുക്കേറ്റവരെ കാണുവാനായി ആശുപത്രിയിലേക്ക് എത്തുന്നില്ല, മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ വിമർശനം ഉയരുന്നുണ്ട്. 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും പ്രതികരണവും എല്ലാം വരുന്നത്. അപ്പോൾ വലിയ വിമർശനം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ചില സൂചനകളും ലഭ്യമാകുന്നുണ്ടല്ലോ. ആര്യ, TVKയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 2009 രൂപീകൃതമായിട്ടുള്ള വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ഫാൻസ് ക്ലബ്ബ്, അതിൽ നിന്നും ഒരു പടി പോലും മുന്നിലേക്ക് വളർന്നിട്ടില്ല എന്നതിൻ്റെ പല ഉദാഹരണങ്ങളും ഈ കരൂർ സംഭവത്തിന് പിന്നാലെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സംഭവം നടന്ന് DMKയുടെ നേതാക്കൾ എല്ലാവരും, ഈ സ്റ്റാലിനാണെങ്കിലും അതുപോലെ തന്നെ വിദേശ സന്ദർശനം നടത്തിയിരുന്ന ഉദയനിധി സ്റ്റാലിനാണെങ്കിലും അതെല്ലാം മറ്റ് പരിപാടികളെല്ലാം വെട്ടിച്ചുരുക്കിക്കൊണ്ട് കരൂരിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ വിജയ് സംഭവം നടന്ന് മിനിറ്റുകൾ കം തന്നെ കരൂർ വിട്ട് ചെന്നൈയിലെ തൻ്റെ വസതിയിൽ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിച്ചത്. അദ്ദേഹം ചെന്നൈയിലെ വസതിയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അനുശോചിച്ച് പോസ്റ്റ് ഇടുകയും എല്ലാം ചെയ്തത്. TVK പാർട്ടി രൂപീകൃതമായിട്ട് ഇന്നേ വരെ വിജയ് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറയാൻ തയ്യാറായിട്ടില്ല. ഇതുവരെ ഇതുപോലെയുള്ള കരൂർ പോലെ നിരവധി മാനാടുകൾ സംഘടിപ്പിച്ച് ഇതുവഴി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സിനിമാറ്റിക് സ്റ്റൈലിൽ മാസ് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ അഭിസംബോധന ചെയ്യുക, ഇത്തരമൊരു ശൈലിയാണ് വിജയ് ഇതുവരെ സ്വീകരിച്ചു വന്നത്. അതിൽ നിന്ന് മാറി ഒരു നേതാവ്, ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ, ജനങ്ങളിൽ മക്കളിൽ ഒരുവൻ എന്നുള്ള തരത്തിലെല്ലാം ഉയരേണ്ട ഒരു സമയം ശരിക്കും ആ ഒരു നിമിഷമായിരുന്നു ഇത്. എന്നാൽ ഈ ഒരു നിമിഷത്തിലും വിജയ് എന്ന നേതാവ് അദ്ദേഹം പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ TVKയുടെ യോഗമാണെങ്കിലും ഓൺലൈനായി ചേർന്ന് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു കാര്യങ്ങളിലൊന്നും വിജയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്നാൽ സർക്കാർ ഉൾപ്പെടെ ഇപ്പോൾ കാത്തിരിക്കുന്നത് കോടതിയുടെ പക്കൽ നിന്ന് കടുത്ത ഒരു പരാമർശം ഉണ്ടാവുകയും അത്തരമൊരു പരാമർശം ഉണ്ടായാൽ വിജയ്ക്കെതിരെ നിയമ നടപടികളിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിജയ് അപ്പോൾ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. വിജയ് ഏത് നിമിഷവും ഒരു വിലങ്ങിൻ്റെ കുരുക്കിൽ തന്നെയാണ്. സർക്കാർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിച്ചേ മതിയാകൂ. ആര്യ, തീർച്ചയായും അജയ് സുധ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അജയ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും വിജയിയെയും TVKയും സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയോട്.
TVKയും വിജയും. പക്ഷേ എന്ത് നിലപാടാണ്, ഏറ്റവും ഒരു മത്സരം തന്നെയായിരുന്നു. അവസാനം 3 പന്ത് ബാക്കി നിൽക്കെ അവസാന ഓവറിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ആശങ്കയും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു ഓരോ ഇന്ത്യൻ ആരാധകരെയും സംബന്ധിച്ചും ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും. അതിൻ്റെ അവസാനം ഏറ്റവും ഒടുവിൽ ആ വിജയത്തിലേക്ക് അടിച്ചു കയറിയ ആ ഒരു നിമിഷം, അത് ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കോരിത്തരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും പാകിസ്ഥാനെ തകർത്ത് ഏഷ്യ കപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അദ്ദേഹം കുറിച്ചത്. ഫലം ഒന്ന് തന്നെ, ഇന്ത്യൻ ജയം. നമ്മുടെ താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. ഇനി പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ വാർത്തയിലേക്കാണ് പോകുന്നത്. US-ലെ മിഷിഗണിൽ ഉണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ദി ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെന്ററിലായിരുന്നു ആക്രമണം. അക്രമി തന്റെ ട്രക്ക് പള്ളിക്കകത്തേക്ക് ഇടിച്ചു കയറ്റിയ ശേഷം വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ പള്ളിക്ക് തീയിടുകയും ചെയ്തു. സുരക്ഷാ ജീവനക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ അക്രമി കൊല്ലപ്പെട്ടു. സംഭവത്തിൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ട്. നിലവിൽ 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സയിലാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ എല്ലാം ഏറെ പേടിപ്പിക്കുന്ന ഒന്നാണ്. ഈ അക്രമിയുടെ ലക്ഷ്യം എന്തായിരുന്നു, ഇയാൾ ആരാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? ആര്യ, നിലവിൽ ഈ അക്രമിയുടെ വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം പോലീസിൽ നിന്ന് FBI ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കാര്യം ഈ വിഷയത്തിൽ ഒരു തീവ്രവാദ സ്വഭാവം ഉൾപ്പെടെ സംശയിക്കുന്നുണ്ട്. ഇത് കാരണമാണ് FBI ഈ കേസ് ഏറ്റെടുത്ത് ഇത്തരമൊരു കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത്. ഈ അക്രമിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ വീട് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം. 40-കാരനായിട്ടുള്ള തോമസ് ജേക്കബ് സാൻഫോർഡ് എന്ന ആളാണ് അക്രമി. ഇയാൾ സുരക്ഷാ ജീവനക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ അക്രമത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് US-ൽ കഴിഞ്ഞ 12 മണിക്കൂറിനിടെ ഉണ്ടായിട്ടുള്ള 2ാമത്തെ ആക്രമണമാണ്. ആദ്യത്തെ സംഭവത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ഇതുപോലെ ഏതാണ്ട് 8ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ആളുകളാണെന്നതും ശ്രദ്ധേയമാണ്. കാര്യം 2 പേരും US മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള മറൈനിൽ അനുഷ്ഠിച്ചിട്ടുള്ള 2 വ്യക്തികളാണ്. 2 പേരും US മറൈനിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2 പേരും ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട് US-ന്റെ ഇറാഖ് അധിനിവേശ കാലത്ത് ഈ ആർമിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള 2 വ്യക്തികളാണ്. ഇവരാണ് നിലവിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. നിലവിലെ ഈ പള്ളിയിൽ ആക്രമണം നടത്തിയിട്ടുള്ള തോമസ് എന്ന് പറയുന്ന വ്യക്തി, ഇയാൾ 2004 മുതൽ 2008 വരെയാണ് US ആർമിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. ഇവർക്ക് ഈ ഒരു 2 സംഭവമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളതെല്ലാമാണ് FBI അന്വേഷണ വിധേയമാക്കുക. ഇന്നലെ ഞായറാഴ്ച സമയമായിരുന്നു, പള്ളിയിൽ പ്രാർത്ഥന സമയമായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഈ പള്ളിയിലേക്ക് ഈ അക്രമി തൻ്റെ ട്രക്ക് ഇടിച്ചു കയറ്റുകയും ഈ വെടിയുതിർക്കുകയും ചെയ്തത്. വെടിയുതിർത്ത ഈ 2 പേരാണ് ആദ്യം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടത്. തുടർന്ന് ഈ പള്ളിക്ക് ഇയാൾ തീയിടുകയും ചെയ്തിരുന്നു. ഈ തീപിടുത്തത്തിലാണ് മറ്റ് 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. 8ഓളം പേർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. ഇനി കൂടുതൽ പേർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും സംശയമുണ്ട്. കാര്യം പലരുടെയും നില ഗുരുതരമാണ്. പലരും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ആര്യ, അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളത്. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഹൃദ്രോഗത്തിന് പ്രാധാന്യവും അതെങ്ങനെ തടയാമെന്നും ഹൃദയ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതുമാണ് ഇന്നത്തെ ദിവസം ആചരിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഒരു ഹൃദയമിടിപ്പും നഷ്ടമാക്കരുത് എന്നതാണ് ലോക ഹൃദയ ദിനത്തിൻ്റെ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്. ഹൃദയാരോഗ്യം തുടർച്ചയായി നിരീക്ഷിച്ച് സദാ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഹൃദയാരോഗ്യത്തിലെ ചെറിയ മുന്നറിയിപ്പ് പോലും അവഗണിക്കാതെ ആരോഗ്യശീലങ്ങൾ നിലനിർത്തണമെന്നും ഇന്നത്തെ ദിവസം ആഹ്വാനം ചെയ്യുന്നുണ്ട്. 1999 മുതലാണ് ലോക ഹൃദയ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഈ ഹൃദയാഘാതത്തെ തുടർന്ന് പിടഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം
അത് കേരളത്തിലും ഉയരുകയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതിൽ വലിയൊരു പങ്കും 40 വയസ്സിന് താഴെയുള്ളവരാണ് എന്നതാണ്. രാജ്യത്തെ ആകെ മരണങ്ങളുടെ 30% ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തുടർന്നാണ് എന്നുള്ളതാണ് കണക്ക്. ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും രോഗം ബാധിക്കുന്നവരിൽ 30% 40 വയസ്സിൽ താഴെയുള്ളവരെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണ്ടെത്തൽ. യഥാസമയം ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവഹാനിയിലേക്ക് വരെ ഇത് നയിക്കാം. ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ് യുവാക്കളിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ. കായികാധ്വാനം കുറഞ്ഞതും വ്യായാമത്തിന് മതിയായ സമയം കണ്ടെത്താത്തതും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഹൃദയാഘാതത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നെന്നും വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് കണ്ടുവരുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം തന്നെയാണ്. വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സിൻ്റെയും കാലറി റിച്ച് ഫുഡ്സിൻ്റെയും കടന്നുവരവ്, യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ദൈനംദിന ജീവിതത്തിലുള്ള കായികമായ പ്രവൃത്തികളുടെ കുറവ്, ഇതെല്ലാം ഹൃദ്രോഗത്തിൻ്റെ എണ്ണം കൂടാൻ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഈ ഹൃദയദിനത്തിൽ നമുക്ക് ഹൃദ്രോഗം തടയാനുള്ള ക്രിയാത്മകമായ മാറ്റം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം ഹൃദ്രോഗത്തിന് കാരണമായേക്കാവുന്ന അപകട കാരണങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ എന്നിവ കൃത്യമായി ചികിത്സിക്കുകയും ഹൃദ്രോഗ ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ശരിയായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഇനി കൂടുതൽ ജാഗ്രത പുലർത്താം. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ രാവിലെയിൽ നമുക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുകയാണ്. കോഴിക്കോട് മെയ്ത്ര ആശുപത്രിയിലെ സീനിയർ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ ഗുഡ് മോർണിംഗ്, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ഗുഡ് മോർണിംഗ് ഡോക്ടർ, നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വലിയ ആശങ്കയാണ് നമുക്ക് മുന്നിലുള്ളത്. ഹൃദയാഘാതം മൂലം എത്രയോ ആളുകളാണ്, എത്രയോ ചെറുപ്പക്കാർ, അത് 40 വയസ്സിന് താഴെയുള്ളവർ പിടഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ള വാർത്ത ദിവസവും നമ്മളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം. എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് തീർച്ചയായും എല്ലാവരും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ലോക ഹൃദയ ദിനം എന്ന് എല്ലാ വർഷവും സെപ്റ്റംബർ 29-ാം തീയതി ആചരിക്കുമ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഹാർട്ടിന് വേണ്ടി കുറച്ച് സമയം ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു 20-25 വർഷം മുമ്പ് ഞങ്ങൾ ഹാർട്ട് ഡോക്ടറുടെ OP-യിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ലിസ്റ്റിലും ഒരു ആവറേജ് രോഗിയുടെ പ്രായം നോക്കുമ്പോൾ ഒരു 60 മുതൽ 75 വരെയൊക്കെ ആയിരുന്നു. ഒരു 20 വർഷത്തിന് ശേഷം അത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 വയസ്സെങ്കിലും താഴോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ രോഗികൾ 40 വയസ്സിന് താഴെയുള്ളവർ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അറ്റാക്കായിട്ടും ICUയിലും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പ്രവാസ ലോകത്തും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇത് വളരെ കൂടുതലായി കേൾക്കുന്നു. നമ്മൾ ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, അതുപോലെ തന്നെ ജിമ്മിൽ വ്യായാമം ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞ് അപകടം പറ്റുന്നു, അറ്റാക്ക് വരുന്നു. ഈ ന്യൂസുകളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും മധ്യവയസ്സ് എത്തിയതിനു ശേഷം ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ അറ്റാക്കിന്റെ നിരക്ക് കൂടുന്നത് പലപ്പോഴും ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു വ്യായാമം പ്രോഗ്രാം തുടങ്ങുമ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഹാർട്ടിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയും അതുപോലെ തന്നെ ഒരു പുതിയ വ്യായാമ മുറ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ അത് തടയാനുള്ള വഴികൾ ആലോചിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ, പക്ഷേ ഈ ആരോഗ്യം സംരക്ഷിക്കുന്നില്ല പുതുതലമുറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു, ബാഡ്മിൻ്റൺ കളിക്കുന്ന അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന അത്തരത്തിൽ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കാണ് കൂടുതലായും ഒരുപക്ഷെ ഈ ഹൃദയാഘാതമൊക്കെ പെട്ടെന്ന് വരുന്നത് എന്ന് കാണുന്നത് കൂടുതൽ ആശങ്ക ഏറ്റുന്നുണ്ട്. പല ആളുകളും പറയുന്നുണ്ട് ജിമ്മിലൊന്നും പോകണ്ട, അധികം ഇനി ദേഹം അനങ്ങി ഒരു പണിയും ചെയ്യേണ്ട, അത് ചെയ്യാതിരിക്കുന്നതാണ് റിസ്ക് ഫാക്ടർ കുറയ്ക്കുന്നത് എന്ന് പോലും തമാശയായി പോലും പറയുന്ന ഒരു സാഹചര്യം പോലും വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് പോലും എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഹൃദയാഘാതം വരുന്നത്?
ഈ വിഷയത്തെ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എടുക്കാം. അതായത് ഒരു വ്യക്തി 20കളിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പോർട്സിലും കായിക പ്രവൃത്തിയിലും വളരെ ആക്റ്റീവായ ഒരു വ്യക്തിയാണ്. പിന്നെ ജീവിതത്തിന്റെ തിരക്ക് ജോലിയൊക്കെ ആയിട്ട് അനദർ 10-15 വർഷത്തേക്ക് അദ്ദേഹം ജോലിയുമായി ബിസിയായി പോകുന്നു. ഒന്ന് സെറ്റിലായി 35-40 വയസ്സാകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, തന്റെ പഴയ വ്യായാമം കാര്യങ്ങൾ നേരിട്ട് പോയിട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോ പരമ്പരാഗതമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാവർക്കും നമുക്കറിയാം. പ്രമേഹം നേരത്തെ പറഞ്ഞു, പ്രമേഹം, അമിതമായ രക്തസമ്മർദ്ദം, അമിതമായ കൊളസ്ട്രോളിന്റെ ലെവൽ, പിന്നെ ടൊബാക്കോയുടെ ഉപയോഗം, പുകവലി ഏത് രൂപത്തിലായാലും. ഇനി ഇതിനു പുറമെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ജനിതകപരമായിട്ട് നമുക്കുള്ള റിസ്ക്. അപ്പോൾ ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യൻസ്, അതായത് ഇന്ത്യയിലുള്ള ആളുകൾക്ക്, ചെറിയ ശരീരപ്രകൃതിയുള്ള ആളുകൾക്ക് പൊതുവെ ശരീരത്തിലെ കൊറോണറി ആർട്ടറികളുടെ വ്യാസം കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ബ്ലോക്ക് വരാനും ബ്ലോക്കുകളുള്ള ട്രീറ്റ്മെന്റിന്റെ സസ്റ്റെയിൻഡ് റിസൾട്ട് കുറവാകാനുള്ള സാധ്യത പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ഒരു പടി മുന്നോട്ട് ഹൃദയ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ ഇതെങ്ങനെ തടയാമെന്ന് ആലോചിക്കുകയും വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യുവാവിലേക്ക് വരാം. അദ്ദേഹം 35-40 വയസ്സായി. ഇനി അദ്ദേഹത്തിന് ആരോഗ്യത്തെ സംരക്ഷിക്കണം, ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ എക്സസൈസിൽ പോകണം. അദ്ദേഹം ചെയ്യേണ്ടത് ആദ്യമായിട്ട് എന്താണ് എൻ്റെ ഹൃദയാരോഗ്യത്തിന്റെ റിസ്ക് അതറിയുക എന്നുള്ളതാണ്. സോ അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എൻ്റെ നമ്പറുകൾ അറിയുക. നോ യുവർ നമ്പേഴ്സ്. അതായത് വാട്ട് ഈസ് യുവർ ബ്ലഡ് പ്രഷർ, വാട്ട് ഈസ് യുവർ ബ്ലഡ് ഷുഗർ ലെവൽ, വാട്ട് ഈസ് യുവർ ബാഡ് കൊളസ്ട്രോൾ, LDL എന്ന് പറയുന്ന കൊളസ്ട്രോളിന്റെ ലെവൽ എന്താണ് എൻ്റെ വെയിറ്റ് എൻ്റെ ഹൈറ്റിന് ആനുപാതികമാണ്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. ഇതൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. രണ്ടാമത്തെ, ജനിതകപരമായ റിസ്ക്. എൻ്റെ ഫാമിലിയിൽ എത്ര പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, എത്ര പേർക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്, കൂടെ ചെറുപ്പത്തിലുള്ള മരണം എൻ്റെ അമ്മാവന്മാരിലോ അവരിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ടൊബാക്കോന്റെ യൂസ് ആണ്. ലഹരി ഇപ്പോൾ പല രൂപത്തിലുണ്ട്. പുകവലി കുറയുമ്പോൾ വെയ്പ്പിംഗ് കൂടുന്നു. അപ്പോൾ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് നോ എന്ന് പറയേണ്ട ഒരു വിഷയമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത് ഇനി എനിക്കിപ്പോൾ എന്താണ് എൻ്റെ ഹൃദയ ആരോഗ്യത്തിന്, എൻ്റെ ഹൃദയ രോഗസാധ്യത എന്താണെന്ന് കണ്ടുപിടിക്കും. അതിനാണ് നമ്മൾ പല രൂപത്തിലുള്ള കാർഡിയാക് ചെക്കപ്പ് പറയുന്നത്. സോ ഒരു ജിമ്മിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു എക്സസൈസ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്പോർട്സ് പ്രോഗ്രാമിന് നമ്മൾ ഒരു 35 വയസ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഹാർട്ട് ചെക്കപ്പിന് ശേഷം മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ സ്വാഭാവികമായും ഒന്നും ടെൻഷൻ അടിക്കും. ഇത്തരത്തിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, അവരെ ഹൃദയം സംരക്ഷിക്കാൻ എന്താണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ആദ്യഘട്ടം ഇതാണ്. പാരമ്പര്യമുള്ള ഒരാൾക്ക് നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആരോഗ്യം സ്വയം ഇവാലുവേറ്റ് ചെയ്യുക, ഈ നമ്പറുകൾ അറിയുക. അടുത്ത ഒരു ഹൃദയത്തിന്റെ ബേസിക് ടെസ്റ്റുകളായ ECG, എക്കോകാർഡിയോഗ്രാം, ട്രെഡ്മിൽ ടെസ്റ്റ്, ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഏകദേശം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി പുതിയ ടെക്നോളജിയുടെയും പുതിയ റിസർച്ചിന്റെയും ഫലമായിട്ട് നമ്മൾക്ക് കൂടുതൽ ടെസ്റ്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഹാർട്ടിന്റെ ബ്ലോക്ക് ഉണ്ടെന്നുള്ള ലക്ഷണമോ അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് കണ്ടുപിടിച്ച് അതിന്റെ ചികിത്സ നേരത്തെ തന്നെ പോകേണ്ടതാണ്. ഇതിനുള്ള സൗകര്യം നമുക്കിപ്പോൾ എല്ലാ സർക്കാർ അഥവാ പ്രൈവറ്റ് ആശുപത്രികളിലുണ്ട്. അതിനുശേഷം സപ്പോസ് നമുക്ക് ലക്ഷണങ്ങളില്ല, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഞാൻ വളരെ ഹെൽത്തിയാണ്, ഞാൻ മാരത്തോൺ ഓടുന്ന ആളാണ്, എനിക്ക് റിസ്ക് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, നമുക്കും ഓരോരുത്തർക്കും ഇതേപോലെ ഹാർട്ടിന്റെ റിസ്ക് ഉണ്ട്, ഓരോ ഫാമിലിയിലുള്ളതുണ്ട്.
അപ്പോൾ അദ്ദേഹം അടുത്ത പടി എന്താണ് ചെയ്യേണ്ടത്? അടുത്തതായിട്ടുള്ളത് CT കൊറോണറി കാൽഷ്യം സ്കോർ എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഇത് കോൺട്രാസ്റ്റ് ഒന്നും ഇഞ്ചെക്ട് ചെയ്യാത്ത ബേസിക് CT സ്കാൻ ആണ്. ഇതിൽ ഹാർട്ടിന്റെ രക്തക്കൊഴലുകളിലെ കാൽഷ്യം അടിഞ്ഞത് CT സ്കാൻ വഴി മാപ്പ് ചെയ്യുകയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ടെസ്റ്റാണ്. സ്പെസിഫിക് CT മെഷീനുകളിലാണ് അത് ചെയ്യുക. ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കാൽഷ്യം അടിഞ്ഞ രക്തക്കുഴലിന്റെ ഒരു മാപ്പിംഗ് നമുക്ക് കിട്ടും. ഒരു ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കിട്ടും. അതിൽ കാൽഷ്യം സ്കോർ 0 പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ അറ്റാക്ക് വരാൻ, അവിടെ ഒരു കൊഴുപ്പ് അടിയാനുള്ള, ഓൾറെഡി അടിഞ്ഞിരിക്കാനുള്ള റിസ്ക് വളരെ വളരെ കുറവാണെന്നാണ്. അതിനുശേഷം ഒരു ജിം പ്രോഗ്രാം അല്ലെങ്കിൽ എക്സസൈസ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്പോർട്സ് പ്രോഗ്രാമിലേക്ക് ധൈര്യമായിട്ട് പോകാം. പക്ഷേ ലക്ഷണങ്ങളുണ്ട്, അതുപോലെ തന്നെ റിസ്ക് ഫാക്ടർ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റിനെ അടുത്ത പടിയിലേക്ക് എടുക്കും. CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും. അതിൽ CT സ്കാനിന്റെ കൊറോണറി കാൽഷ്യത്തോടൊപ്പം തന്നെ കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ രക്തക്കുഴലിൽ കാണാം. അതിൽ വ്യക്തമായി ബ്ലോക്കുകളുടെ തുടക്കം തന്നെ ഉണ്ടോ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും വളരെ ശക്തിയായ, വളരെ ഗുരുതരമായ 70-80%, 90% ഉള്ള ബ്ലോക്കുകളല്ല ഈ പലപ്പോഴും അറ്റാക്കിന് കാരണമാകുന്നത്. 80-90% ആവുന്ന ബ്ലോക്കുകൾ പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ തന്നെ ഒരാൾ നേരെ അതിന്റെ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നു, ബ്ലോക്ക് കണ്ടുപിടിക്കുന്നു, ചികിത്സിക്കുന്നു. പക്ഷെ പലപ്പോഴും 30-40% പ്ലാക്ക് ആയിരിക്കും. ആ പ്ലാക്ക് എന്ന് പറയുന്നത് കൊഴുപ്പടിഞ്ഞു കൂടി ആ പ്ലാക്ക് പൊട്ടി അവിടെ രക്തക്കട്ട വന്നിട്ടാണ് അറ്റാക്ക് വരുന്നത്. പലപ്പോഴും ജിമ്മുകളിലും സ്പോർട്സിന്റെ സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാക്ക് അവിടെ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്ലാക്ക് ഫോം ചെയ്ത് അതൊരു നെഞ്ഞുവേദന ഉണ്ടാക്കി ക്ലിനിക്കലി ഹാർട്ട് അറ്റാക്ക് ആക്കാൻ ചിലപ്പോൾ 10 വർഷമൊക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ 10 വർഷം മുമ്പേ ഇതിനെ കണ്ടുപിടിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്ലാക്ക് വളരാതിരിക്കാനുള്ള മരുന്നുകൾ, അത് പ്ലാക്ക് പൊട്ടുമ്പോൾ ബ്ലഡ് ക്ലോട്ട്, രക്തക്കട്ട വരാതിരിക്കാനുള്ള മരുന്നുകൾ നേരത്തെ തുടങ്ങി എങ്ങനെ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡോക്ടർ, ഇപ്പോൾ നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് എന്ന് പറയുന്നത്, പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യമാണ്. സത്യത്തിൽ ഇവർക്ക് യാതൊരുവിധ ലക്ഷണങ്ങളും അതിനു മുൻപ് ഇവരുടെ ബോഡി കാണിച്ചിരുന്നില്ലേ? ഇവർക്ക് ഒരു ക്ലൂവും കൊടുത്തിരുന്നില്ലേ ഇങ്ങനെ ഒരു അപകടം മുന്നിൽ നിൽപ്പുണ്ട് എന്നുള്ളതിനെ കുറിച്ച്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ലക്ഷണങ്ങളുള്ള ലെവലിലേക്ക് ഒരു ബ്ലോക്ക് എത്തണമെങ്കിൽ കുറെ വർഷങ്ങളെടുക്കും. നമ്മുടെ ഈ കൊഴുപ്പടിഞ്ഞത് ബ്ലോക്കിലേക്ക് എത്താൻ 10 മുതൽ 20 വർഷം വരെ എടുക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ ഒരു 30-40 വയസ്സുള്ള ആളുകൾക്കൊക്കെ ഈ പ്ലാക്ക് അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ചിലർക്കുണ്ടാവാം, ചിലർക്കുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ആർക്കുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവർ അതിനനുസരിച്ചിട്ടുള്ള ജീവിതശൈലിയും അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയും ചെയ്ത് നോക്കണം. ഉദാഹരണത്തിന് ഒരു 35 വയസ്സുള്ള വ്യക്തി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നു, 250 കൊളസ്ട്രോൾ ഉണ്ട്, LDL ഒരു 180 ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും അദ്ദേഹത്തോട്, ആദ്യം നമുക്ക് ജീവിതശൈലിയിലൂടെ ഇതൊന്ന് കുറച്ച് നോക്കാം മരുന്നില്ലാതെ. അത് കഴിഞ്ഞ് ഒരു 2-3 മാസത്തിന് ശേഷം എക്സസൈസും ഭക്ഷണ നിയന്ത്രണമൊക്കെ ചെയ്തത് കുറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ജീവിതശൈലിയിലെ മാറ്റവും അതുപോലെ തന്നെ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ മരുന്നുകളും ചെല്ലുമ്പോൾ തന്നെ ഈ പ്ലാക്ക് വളരുന്ന തോതും അതുപോലെ അത് കുറച്ച് റിഗ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ വളർച്ച നിൽക്കും, അതുപോലെ തന്നെ അത് പൊട്ടി ഒരു അറ്റാക്കിലേക്ക് പോകാനുള്ള സാധ്യത കുറയും. ഈ സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്ലാക്ക് റപ്ചർ ചെയ്യാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനദർ 10 years എടുക്കും. അപ്പൊ ഈ വർഷങ്ങൾക്കുള്ളിൽ എന്ത് തന്നെയാണെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു മാനസികമായ പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്ന, സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് സാധാരണ ചെയ്യാത്ത ഒരു ഹൈക്കിങ്ങിന് പോകുന്നു, ട്രെക്കിങ്ങിന് പോകുന്നു, ആ സമയത്താണ് ഇതിന്റെ പെട്ടെന്ന് ഈ പ്ലാക്ക് റപ്ചർ അടിച്ച് അവിടെ രക്തക്കട്ട വന്ന് ഇത് അറ്റാക്കായി മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ലക്ഷണങ്ങൾക്ക് കാത്തിരിക്കാതെ അതിന് മുമ്പ് തന്നെ നമ്മുടെ റിസ്ക് അറിയുകയും, ഗൈഡ് ലൈൻ പ്രകാരം 40 വയസ്സിന് ശേഷം ഇപ്പോൾ ചെക്കപ്പ് നിർബന്ധമാണ് ഓരോ വ്യക്തിക്കും. ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ആണെങ്കിൽ എസ്പെഷ്യലി റിസ്ക് ഫാക്ടറും അതുപോലെ നമ്മുടെ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു 35 വയസ്സിൽ തന്നെ ചെക്കപ്പ് ചെയ്ത് ഡോക്ടർ, നമുക്കറിയാം നമ്മളെല്ലാം ഈ കോവിഡിനെ അതിജീവിച്ച മനുഷ്യരാണ്. ഈ കോവിഡിനും ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഞങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോവിഡ്, അതുപോലെ തന്നെ കോവിഡ് വാക്സിൻ കൊണ്ടാണോ ഇത് വന്നത്. രക്തത്തിലെ ധമനികളിൽ ക്ലോട്ട് വരുന്നതിനോ ബ്ലോക്ക് വരുന്നതിനോ ഡയറക്റ്റ് ആയിട്ട് കോവിഡിനോ കോവിഡ് വാക്സിൻ എഫക്റ്റ് ഉള്ളതായിട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. കോവിഡ് മരണങ്ങൾ ഉണ്ടായ സമയത്ത് പലപ്പോഴും ഹൃദ്രോഗമായിരുന്നു മരണകാരണം. കാരണം ഹൃദ്രോഗം ഓൾറെഡി ഉള്ള രോഗികളിൽ കോവിഡ് വന്ന സമയത്ത് ആ രോഗം മൂർച്ഛിക്കുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം അന്ന് മരണവും സംഭവിച്ചിട്ടുണ്ട്. ഇത് കോവിഡിന്റെ ആദ്യ വേവിൽ ഇറ്റലിയിലും ചൈനയിലുള്ള ഗുരുതരമായ കോവിഡുകളിൽ നമ്മൾ കണ്ടിട്ട്, ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തേക്ക് അതിന്റെ തീവ്രത കുറഞ്ഞിരുന്നു. അതിനുശേഷം വാക്സിന് ശേഷം കോവിഡിന്റെ തീവ്രത കുറഞ്ഞതിന് ശേഷം നമ്മളത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കോവിഡ് വാക്സിന്റെ ചില വാക്സിൻ mRNA വാക്സിനുകളിൽ വീനസ് ത്രോംബോസിന്റെ എവിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വാരിക്കോസ് വെയിൻ, അതുപോലെ കാലിലെ വെയിനുകളൊക്കെ തടിച്ചവർക്കൊക്കെ വെയിനിൽ രക്തക്കട്ട വന്നതായിട്ട് ചില പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്കിന്റെ ഹൃദയത്തിന്റെ കൊറോണറി ആർട്ടറികളിൽ ക്ലോട്ട് കോവിഡ് വാക്സിൻ മൂലമോ കോവിഡ് മൂലമോ ഉണ്ടാവുമെന്ന് ഇതുവരെ ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. ഓക്കെ ഡോക്ടർ, വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. എന്തായാലും പ്രേക്ഷകർക്കെല്ലാം ഒരു ധാരണയായി കാണും ഹൃദയാരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, എങ്ങനെ നമ്മൾ പരിപാലിക്കണം, ഹൃദ്രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഡോക്ടർ നമ്മളോട് സംസാരിച്ചു. കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ സീനിയർ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മലാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്. നന്ദി. താങ്ക് യു. അപ്പോൾ രാവിലെയിൽ നമ്മൾ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി കൂടുതൽ ചെറുകക്ഷികളെ മുന്നണിയിലെത്തിക്കാൻ UDF. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനുവിനെ മുന്നണിയിലെടുക്കാനുള്ള ചർച്ചകൾക്ക് പിന്നാലെ NCP അജിത് പവാർ പക്ഷത്തെയും മുന്നണിയിൽ എടുക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുന്നണി മാറ്റത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വൻ കലഹങ്ങളാണ് ഉയരുന്നത്. ദേശീയ തലത്തിൽ NDA പക്ഷത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന NCP അജിത് പവാർ പക്ഷത്തിന്റെ കേരള ഘടകത്തിന്റെ കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിന്റെ സർക്കുലറാണിത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCP UDFന്റെ ഭാഗമായി രംഗത്തിറങ്ങണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടിയുടെ നിർദ്ദേശമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. മുന്നണി പ്രവേശനത്തിന് മുന്നോടിയായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെ 4 കേന്ദ്രങ്ങളിലായി സ്മൃതി സംഗമം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റു കേന്ദ്രങ്ങളിലും കോൺഗ്രസ് നേതാക്കളാണ് ഉദ്ഘാടകർ. മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ട്രയാങ്കിൾ എന്ന സംഘടനയുടെ പേരിലാവും പരിപാടി സംഘടിപ്പിക്കുക. പിന്നീട് പാർട്ടിയുമായി UDF നേരിട്ട് സഖ്യത്തിലാകുമെന്നും മുഹമ്മദ് കുട്ടി പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് കുട്ടി ഫൗണ്ടേഷൻ എന്ന ആ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ട്രയാങ്കിൾ എന്നൊരു കൂട്ടായ്മ, ആ ട്രയാങ്കിൾ കൂട്ടായ്മ അതിന് നല്ലൊരു ശതമാനം അദ്ദേഹത്തിന്റെ കമ്പനിയിലെ സ്റ്റാഫാണ് അതിനകത്തുള്ളത്. ഇവരെ വെച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ UDFന്റെ ഭാഗമാകാൻ പോവുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ആകാൻ പോവുകയാണെന്ന് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുകയാണ്. ഇതിന് പാർട്ടി പ്രവർത്തകരുടെ ആരുടെയും തന്നെ പിന്തുണയില്ല. ദേശീയ തലത്തിൽ NDAക്കൊപ്പമാണ് നിലവിൽ അജിത് പവാർ പക്ഷമുള്ളത്. സംസ്ഥാനത്തെ മറ്റു നേതാക്കൾക്കും NDAയോടൊപ്പം തുടരാനാണ് ആഗ്രഹം. UDF ബാന്ധവത്തെ എതിർത്ത നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായും മുഹമ്മദ് കുട്ടി വിരുദ്ധർ ആരോപിക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പാർട്ടി വിലക്ക് ലംഘിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് തിരുവനന്തപുരത്തെ CPI പ്രവർത്തകർ. സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിലാണ് മീനാങ്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരണം. പാർട്ടി വിരുദ്ധ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും പ്രവർത്തകരും നേതാക്കളും പങ്കെടുക്കരുതെന്നും CPI ജില്ലാ നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചാണ് ജില്ലാ നേതാക്കൾ അടക്കം പരിപാടിക്ക് എത്തിയത്. CPI സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന മീനാങ്കൽ കുമാറിനെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയത്. പാർട്ടി നടപടിയിലെ അമർഷം പരസ്യമാക്കിയ കുമാറിനോട് നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെയാണ് മീനാങ്കൽ കേന്ദ്രീകരിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഈ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു.
അത് അവഗണിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ജില്ലാ നേതാക്കളടക്കം നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. എനിക്ക് എന്റെ രാഷ്ട്രീയമായ പശ്ചാത്തലമുണ്ട്, ഞാനത് തുടരും. ഓരോരുത്തരും ഉള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഉണ്ട്. അത് അവർ തുടർന്ന് ഇന്നലെയാണോ എങ്ങനെയായിരുന്നു ആ നിലയ്ക്ക് മുന്നോട്ട് പോകും. ഒരു തുലാസിന്റെ അപ്പുറവും ഇപ്പുറവും വെച്ച് രാഷ്ട്രീയം ഇപ്പുറത്തും ഒരിടത്ത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നതും വെച്ചാൽ ആ ത്രാസിന്റെ അപ്പുറവും ഇപ്പുറവും അതിന്റെ തുലനം, അതിന്റെ പോയിന്റ് ഒന്ന് മുന്നോട്ട് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് തീർച്ചയായും ഈ ചാരിറ്റബിൾ രൂപീകരിക്കപ്പെടാൻ പോകുന്ന ഇവിടെ ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ട്രസ്റ്റിന്റെ ആയിരിക്കും ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് പറയുമ്പോഴും CPIയിലെ അസംതൃപ്തരെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് സൂചന. പ്രാദേശികമായി തുടങ്ങിയ ട്രസ്റ്റ് പേരുമാറ്റി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. CPI സംസ്ഥാന കൌൺസിൽ മുൻ അംഗമായിരുന്ന C. ഉദയകല പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറി. പാർട്ടി നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം കണക്കിലെടുത്താണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഉദയകലയുടെ പിന്മാറ്റം. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 ചർച്ചയിലെ BJP നേതാവിന്റെ പരാമർശം രാജ്യവ്യാപക ചർച്ചയാക്കി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമെന്ന പരാമർശത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. TV ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കിയത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റവും ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ ഇന്ന് BJP നേതാവിന്റെ പരാമർശത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കും. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിലാണ് പ്രിൻറ്റു മഹാദേവൻ വിവാദ പരാമർശം നടത്തിയത്. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കേണ്ട. അങ്ങനെ NC കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി CV അനുമോദ് കൂടി നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം വളരെ ആരോഗ്യകരമായ ഒരു വിഷയത്തിൽ ചർച്ച നടക്കുന്നതിനിടയിലാണ് പ്രിൻറ്റു മഹാദേവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു കൊലവിളി പരാമർശം ഉയരുന്നത്. അത് വളരെ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. രാജ്യവ്യാപകമായി ചർച്ച ചെയ്യാനാണ് കോൺഗ്രസ് പദ്ധതിയിട്ടിരിക്കുന്നത്. അമിത്ഷായ്ക്ക് കത്തെഴുതി എന്ന് പറയുമ്പോൾ തന്നെ അതിനെ എത്രത്തോളം ഗൗരവതരമായാണ് കോൺഗ്രസ് സമീപിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധമാണല്ലേ? ചാനൽ ചർച്ചയിലെ നമ്മുടെ തന്നെ ചാനൽ ചർച്ചയിലെ ഈ ഒരു പരാമർശം അത് വലിയ തോതിൽ തന്നെ BJPക്കെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ. KC വേണുഗോപാലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. അമിത്ഷായ്ക്ക് പരാതി നൽകിയെന്ന് പറയുന്നതോടെ ഇത് രാജ്യവ്യാപകമായിട്ട് ഇത്തരത്തിൽ BJP നടത്തുന്നത് ഇത്തരത്തിലുള്ള കൊലവിളി രാഷ്ട്രീയമാണ്, ഗോഡ്സെയുടെ പിന്തുണക്കാരുടെ രീതിയിലുള്ള സ്വഭാവമാണ് എന്ന് വലിയ തോതിൽ ഒരു പ്രചരണം നടത്തി അത് BJPക്കെതിരെ വലിയ വ്യാപക പ്രതിഷേധത്തിനും പ്രചരണത്തിനും ഉപയോഗിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇപ്പോൾ KC വേണുഗോപാൽ തന്നെ അക്കാര്യത്തിൽ ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഷാഫി പറമ്പിലും ഇന്നലെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിരുന്നു. ഇതെല്ലാം തന്നെ മറ്റൊരു തലത്തിലേക്ക് കൂടി കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല പോലീസ് എന്ന ചോദ്യവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഷാഫി പറമ്പിലിന്റെ FB പോസ്റ്റിൽ തന്നെ BJP വക്താവിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ പോലീസ് മടിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. യോഗിയുടെ പോലീസാണോ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയം കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കൂടി സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ കൂടി വലിയ തോതിൽ തന്നെ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധത്തിന് ഒരു വഴിയൊരുക്കാനുള്ള ടൂളായിട്ട് ഉപയോഗിക്കാനുള്ള നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തന്നെ അദ്ദേഹത്തിന്റെ സംസ്ഥാന സെക്രട്ടറി വസന്ത് തെങ്ങമ്പിളിയും ഇക്കാര്യത്തിൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. മലപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂരും വിന്ദു മഹാദേവന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് ഫേസ്ബുക്കിൽ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ ഈ ഒരു വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. യൂത്ത് കോൺഗ്രസ് അതിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. പോലീസ് നിയമപരമായിട്ട് ഇത് നേരിടാത്ത എന്തുകൊണ്ടെന്നുള്ള ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു. ഈ വിന്ദു മഹാദേവന്റെ പരാമർശം അതിൽ BJPയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും അതൊരു വക്താവിന്റെ ചർച്ചയ്ക്കിടയിലുള്ള പരാമർശം എന്ന തരത്തിലൊക്കെ അവർ അവഗണിക്കാൻ ശ്രമിച്ചാൽ പോലും അല്ലെങ്കിൽ കുറച്ചു കാണിക്കാൻ ശ്രമിച്ചാൽ പോലും ഈ വിഷയത്തിൽ കോൺഗ്രസ് അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. കേരളത്തിന് പുറത്ത് അത് BJPക്കെതിരായ പ്രചാരണത്തിനും സംസ്ഥാനത്തിനകത്ത് പോലീസ് ഇതിൽ നടപടിയെടുക്കുന്നില്ല എന്ന് ആക്ഷേപിച്ച് ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള നീക്കവുമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. ആര്യ അനുമോദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ സമയം തന്നെ BJPക്കെതിരെയും സർക്കാരിനെതിരെയും ഇത് വലിയ ആയുധമാക്കുകയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുകയാണ്, രാജ്യവ്യാപക ചർച്ചയാക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അടക്കം കത്തയച്ചിരിക്കുകയാണ് KC വേണുഗോപാൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ന് കേരള നിയമസഭ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയം പ്രതിപക്ഷത്തിന് കൂടി പിന്തുണയോടെ ഏകകണ്ഠമായാകും സഭ പാസാക്കുക. വോട്ടർ പട്ടിക പരിഷ്കരണം വളഞ്ഞ വഴിയിലൂടെയുള്ള പൗരത്വ രജിസ്റ്റർ നടപ്പാക്കലാണെന്ന് പ്രമേയം കുറ്റപ്പെടുത്തുന്നു. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഏകകണ്ഠമായി പാസാക്കുകയാണ് ഈ പ്രമേയം, അല്ലേ? തീർച്ചയായും ആര്യ, ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ ഈ ഒരു പ്രമേയത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഐക്യകണ്ഠേന പാസ്സാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ബീഹാറിലടക്കം ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വളരെ വിമർശനങ്ങൾ രാജ്യവ്യാപകമായി തന്നെ ഈ ഒരു BJP സർക്കാരിനെതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയൊക്കെ ഉയർന്നിരുന്നു. ഈ ഒരു 65 ലക്ഷത്തോളം പേരെ ബീഹാറിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഒരു സംഭവം അടക്കം നമ്മുടെ മുന്നിലുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു പൗരത്വ ഭേദഗതി ബില്ല് വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് സർക്കാരിൻ്റെതെന്നാണ് ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും മാത്രമല്ല CPM ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നും ഉയരുന്ന വിമർശനം. ഇതിൽ ഒരു 2002 ശേഷമുള്ള ആ സമയത്ത് നടന്ന ഒരു തീവ്ര പരിഷ്കരണ ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഒരു വീണ്ടും പരിഷ്കരണം നടത്തുന്നതെന്നാണ് പ്രധാനമായും ഈ ഒരു പ്രമേയത്തിൽ ഉന്നയിക്കുന്നത്. തൊട്ടു മുന്നേ നടന്ന ഒരു വോട്ടർ പട്ടിക, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വോട്ടർ പട്ടിക മുന്നിൽ നിൽക്കെ ഇത്രയും വർഷം മുൻപിലുള്ള ഒരു പട്ടിക അടിസ്ഥാനപ്പെടുത്തി എന്തുകൊണ്ട് വീണ്ടും ഒരു തീവ്ര പരിഷ്കരണം നടത്തുന്നു എന്നൊരു ചോദ്യവും, പിന്നെ ഒപ്പം തന്നെ ഈ ഒരു 2003 ശേഷമുള്ളതും 1985 ശേഷമുള്ള ഒക്കെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയുള്ള, അതായത് വോട്ടർ പട്ടികയിൽ ഇടം നേടാത്തവരും അതിനുശേഷം ജനിച്ചവരും അടക്കമുള്ളവർ ഈ ഒരു മാതാപിതാക്കളുടെ ഈ ഒരു മറ്റും തെളിയിക്കേണ്ട ഒരു സാഹചര്യം അടക്കം ഉടലെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പരക്കെയുള്ള വിമർശനങ്ങൾ ഇതിന് ഉയർന്നൊരു ഭാഗമായിട്ടാണ് ഇന്ന് സഭയിൽ ഈ ഒരു പ്രമേയം പാസ്സാക്കുന്നതും ഒപ്പം ഈ ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതിനെ ഒരുമിച്ച്, അതായത് ഐക്യകണ്ഠേന ഇതിനെ പിന്തുണയ്ക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്നത്. അതായത് ഈ ഒരു കേരളത്തിൽ നിന്നും ഇതിനെതിരെ കൃത്യമായൊരു രാഷ്ട്രീയ തലത്തിൽ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ കൃത്യമായ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വിശദീകരണം ആവശ്യമാണ് എന്നടക്കമുള്ള, അതായത് ഇതിൽ എന്തുകൊണ്ട് തൊട്ടുമുന്നത്തെ ഒരു വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തുന്നില്ല, മാത്രമല്ല ഈ ഒരു മുൻപുള്ള ഒരു ഇത്രയും വർഷം മുൻപുള്ള ഒരു പട്ടിക അടിസ്ഥാനമാക്കിയത് ഇത്തരത്തിലുള്ള ഒരു പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനുള്ള ഒരു വളഞ്ഞ ബുദ്ധിയാണെന്നൊക്കെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രമേയം പാസ്സാക്കുന്നതും പ്രമേയം അവതരിപ്പിക്കുന്നതും അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ഐക്യകണ്ഠേന ഇത് പാസ്സാക്കുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ആര്യ, സാരംഗ് സുധാകരനാണ് ആ വിവരങ്ങൾ പങ്കുവച്ചത്. സാരംഗ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും പരാതികളും മുഖ്യമന്ത്രിയെ അറിയിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് സർക്കാർ. സംസ്ഥാന സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം. വെള്ളയമ്പലത്ത് ആരംഭിക്കുന്ന സിറ്റിസൺ കണക്ട് സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. സാരംഗ് സുധാകരൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, ജനങ്ങളുമായി കൂടുതൽ അടുക്കുക, ജനങ്ങൾക്കൊപ്പമുണ്ട് സർക്കാർ എന്ന പ്രതീതി വരുത്തി തീർക്കുകയാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലേ? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ?
തീർച്ചയായും ആര്യ, ഇത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മുഴുവനായിട്ടുള്ള ഒരു മുഖമിനിക്കലിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംവദിക്കാനടക്കം സാധിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് സംസാരിക്കാനടക്കം, അതായത് ഈ ഒരു പരാതികൾ അറിയിക്കാൻ വേണ്ടി മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു പ്രകൃതി ദുരന്തമോ അത്തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യത്തിലടക്കം പൊതുജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വിവരങ്ങൾ എത്തിക്കാനടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു വളരെ താഴെത്തട്ടിൽ മുതൽ, അതായത് ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ മുതൽ എല്ലാവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരാതികളും വിമർശനങ്ങളും എല്ലാം, അതായത് പൊതുജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് ഭരണ സംവിധാനത്തിലേക്ക് അറിയിക്കുക, മാത്രമല്ല ഇതിൽ ഉടനടി പരിഹാരം എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സംവിധാനം ഒരുക്കുന്നത്. നമുക്കറിയാം, ഇതിന് മുൻപും ഇത്തരത്തിൽ ഇ കെ നായനാരൊക്കെ ഇതിന് നേരിട്ട് ഒരു സ്വകാര്യ ചാനലിലൂടെയൊക്കെ പൊതുജനങ്ങളുമായിട്ടൊക്കെ സംവദിച്ചൊരു ചരിത്രമുണ്ട് കേരളത്തിൽ. അത്തരത്തിലുള്ളൊരു വിപുലമായ രീതിയിലേക്കാണോ എന്നത്, അതായത് ലൈവായിട്ട് കൊണ്ട് നമുക്ക് വിളിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട്, അതായത് ഈ ഒരു മന്ത്രിമാരെ കാണുന്ന അടക്കം, അതായത് ഓരോ വകുപ്പ് തലത്തിലുള്ള മന്ത്രിമാരെ കണ്ട് ഓരോ പ്രശ്നങ്ങൾ അറിയിക്കുന്നതിലുള്ള കാലതാമസം അടക്കം ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് ഇതിലൊരു പരിഹാരം, അതായത് ഓരോ ജനത്തിന്റെയും ഓരോ പൗരന്റെയും പ്രശ്നങ്ങൾ നേരിട്ട് ഭരണ സംവിധാനത്തിലേക്ക് എത്തിക്കുക, അതിന് ഉടനടി പരിഹാരം ഉണ്ടാക്കുക, അത്തരത്തിൽ ഒരു സർക്കാരിന്റെ ഒരു പ്രതിച്ഛായയുടെ ഒരു മിനിക്കൽ, അതായത് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ടോൾ ഫ്രീ നമ്പർ അടക്കം ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത്തരത്തിൽ പങ്കുവച്ചിരുന്നു. ഇതിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഈ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്ന് തൊട്ട് ഈ ഒരു സേവനം ലഭ്യമായി തുടങ്ങും. എത്രത്തോളം ജനങ്ങൾക്ക് ഒരു ദിവസം മുഖ്യമന്ത്രിയുമായി സംവദിക്കാൻ പറ്റുമെന്നൊക്കെ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു തീർച്ചയായും ഒരു ഭരണ സംവിധാനത്തിന്റെ ഒരു മുഖമിനിക്കലിന്റെ ഭാഗമായാണ് ഈ ഒരു സംവിധാനം ഒരുക്കുന്നത് എന്നത് തീർച്ചയാണ് കാര്യം. സാരംഗ് സുധാകരനാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി രാവിലെയിൽ സ്പെഷ്യൽ ഡേയുടെ സമയമാണ്. ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. തൃശൂർ പേരാമംഗല സ്വദേശിയായ ഷെമിന്റെയും സോജയുടെയും 1ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ഇവർക്ക് ആശംസകൾ അറിയിക്കുന്നത് വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരുമാണ്. അപ്പോൾ ഷെമിനും സോജയ്ക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ആനിവേഴ്സറി. പാലാ സ്വദേശി ഷാരോണിന്റെ ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് കൂട്ടുകാരി നിത്യയാണ്. അപ്പോൾ ഷാരോണിന് ന്യൂസ് 18ന്റെ ആശംസകൾ അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.